കുട്ടികളെ പ്രഷറൈസ് ചെയ്യാറുണ്ടോ നിങ്ങൾ? എന്ത് കാര്യത്തിനും, അതായത് പഠിക്ക് പഠിക്ക് പഠിക്ക്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മൾ ഓവറായിട്ട് കുട്ടികളെ പ്രഷറൈസ് ചെയ്യാൻ പാടില്ല. ഞാനിതെൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു സത്യം. എല്ലാവർക്കും ഇതിങ്ങനെയാണോ എന്നറിയില്ല. ഒരു ടൈമിൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ പഠിക്ക് പഠിക്ക് പഠിക്കെന്നും പറഞ്ഞിട്ട് ഒരുപാട് സ്ട്രെസ്സ് തരുമായിരുന്നു എൻ്റെ അമ്മ. ഞാൻ ഒരു കുഞ്ഞ് ടൈമിലാണ്, എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ്സിനൊക്കെ മുമ്പാണ്, ഒരു 4-ാം ക്ലാസ് ആ ടൈമിൽ നമ്മളോട് പറഞ്ഞു തരണമല്ലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത്. പക്ഷെ നമുക്ക് പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ ആയിക്കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുകയാണ്, എനിക്ക് സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു 7-ാം ക്ലാസ് ആയപ്പോൾ മുതൽ എന്നെ ആരും നിർബന്ധിക്കാതെ ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങി. വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ, എനിക്കൊരു ചിന്ത വന്നു, നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചാലേ നമുക്ക് ഒരു പരീക്ഷയിൽ ജയിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വന്നു. പരീക്ഷ ജയിക്കണമെങ്കിൽ പഠിക്കണം. അങ്ങനെ കുട്ടികൾ സ്വയം തോന്നി ഓരോ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ നമ്മൾ പിള്ളേരെ ഒട്ടും ഇത് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഓവറായിട്ട് അവരെ സ്ട്രെസ് ചെയ്യിച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് അവർ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വാശിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് കാര്യത്തിനാണോ അവരെ ഫോഴ്സ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ചെയ്യരുത്. എന്നാൽ ഫോഴ്സ് ആവാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. മോളെ പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടൂ, അതവർക്ക് മനസ്സിലാവും. പക്ഷെ ഒരിക്കലും നീ പഠിക്ക് എന്ന് പറഞ്ഞ് ഒരു ആജ്ഞ പോലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ മനസ്സിൽ ഒരു കുഞ്ഞു വാശി ഡെവലപ്പ് ആവാൻ തുടങ്ങും.